മന്ത്രി ജി.ആർ. അനിൽ പച്ചക്കള്ളം പറഞ്ഞ് ഇന്നലെ നിയമസഭയിൽ നടത്തിയ പരാമർശം തിരുത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സഭാരേഖയിൽ നിന്ന് പച്ചക്കള്ളം എന്ന പ്രയോഗം ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെട്ടു. പറഞ്ഞത് അൺപാർലമെന്ററി ആണെന്നും വാസ്തവ വിരുദ്ധം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇന്നലെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയവേ പറവൂരിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ചു എന്നൊരു പരാമർശിക്കുന്നത്. ഞാൻ അങ്ങനെ പറയാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നത്, ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടില്ല, അവിടെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു വൈകിയാണ് ഞാൻ ചെന്നത്. അപ്പോൾ അവിടെ യോഗം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു, കാരണം സമയം വൈകിയതുകൊണ്ട്. എങ്കിലും ഞാൻ പോരാൻ നേരത്ത് അവരെന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു. യോഗമില്ലാതെ ഞാൻ 1 മിനിറ്റ് സംസാരിച്ചത് ശരിയാണ്, അത് എൻ്റെ ഓർമ്മപ്പിശാണ്. ഞാൻ പക്ഷെ സംസാരിച്ച ഒരിടത്തും ഞാൻ സർക്കാരിനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടില്ല. സപ്ലൈകോയുടെ പ്രസക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ആ വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്, പറഞ്ഞത് നീക്കം ചെയ്യണം, ഞാനത് പിൻവലിക്കുന്നു, ബഹുമാനപ്പെട്ട സ്പീക്കർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിലക്കയറ്റം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് പോലും സപ്ലൈകോയെ അഭിനന്ദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞിരുന്നു. ഇത് പച്ചക്കള്ളമെന്നായിരുന്നു വി.ഡി. സതീശൻ മറുപടി. തിരുത്തിയത് അനുകരണീയ മാതൃക എന്ന് പ്രതിപക്ഷ നേതാവിനെ അഭിനന്ദിച്ച് സ്പീക്കർ പറയുകയും ചെയ്തു. അലക്സ് മുഹമ്മദ് വച്ചിരുന്നു. അലക്സ്, പച്ചക്കള്ളം വസ്തുതാവിരുദ്ധം എന്ന രണ്ട് വാക്കുകളാണെങ്കിലും അതിന്റെ തീവ്രത വെച്ച് നോക്കുമ്പോൾ രണ്ട് ഗ്രാവിറ്റിയുള്ള വാക്കുകളാണ്. അതിന്റെ അർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയാണെങ്കിലും അലക്സ്. ഹഷ്മി, തീർച്ചയായും. അതായത് ഇന്നലെയാണ് ഈ വിലക്കയറ്റം സംബന്ധിച്ച് അടിയന്തര പ്രമേയ ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയ്ക്കിടെയാണ് പ്രതിപക്ഷ നേതാവ് പോലും സപ്ലൈകോയെ അഭിനന്ദിച്ചിരുന്നു പറവൂരിലെ ഒരു പരിപാടിയിലെന്ന് ഭക്ഷ്യമന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞത്. അതിന് അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എതിർത്തു. താൻ പരിപാടിയിൽ പ്രസംഗിച്ചു പോലുമില്ലെന്നും മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമെന്നുമായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞത്. ആ പ്രയോഗമാണെന്ന് അദ്ദേഹം സഭയിൽ തന്നെ തിരുത്തിയത്. അദ്ദേഹം പറയുന്നത് സർക്കാരിനെയോ സപ്ലൈകോയോ പ്രശംസിക്കുകയല്ല, പകരം സപ്ലൈകോയുടെ പ്രസക്തിയെ പറ്റിയാണ് താൻ പ്രസംഗിച്ചത്. 1 മിനിറ്റ് മാത്രമാണ് താൻ പ്രസംഗിച്ചതെന്ന് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇതിൽ മന്ത്രി പച്ചക്കള്ളം പറഞ്ഞു എന്ന് സഭയിൽ പറഞ്ഞത് പ്രകോപനം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രസംഗിച്ചില്ല എന്ന് പറഞ്ഞത് ഓർമ്മക്കുറവായിരുന്നു. പച്ചക്കള്ളം എന്ന് പറഞ്ഞത് അൺപാർലമെന്ററി ആണ്. അത് അൺപാർലമെന്ററി ആണെന്ന് തന്നോട് വന്ന് പറഞ്ഞത് മുതിർന്ന നേതാവായ ജെ.യു.ഡി. നേതാവാണ് വന്ന് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ പച്ചക്കള്ളം എന്നതിന് പകരം വാസ്തവ വിരുദ്ധം എന്നായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് അപ്പോൾ തന്നെ സ്പീക്കർക്ക് എഴുതി നൽകി. അത് സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ പ്രശംസിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഇതിൽ സ്പീക്കർ പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റേത് അനുകരണീയ മാതൃകയെന്നാണ്. അത്തരത്തിൽ തിരുത്താനുള്ള മനസ്സ് അത് അനുകരണീയ മാതൃകയാണ്, അതെല്ലാവരും പിന്തുടരേണ്ടതാണ്. പ്രകോപിതരായി പറഞ്ഞു പോകുന്നതിൽ തെറ്റ് കണ്ടാൽ അത് തിരുത്തുന്നത് അങ്ങേയറ്റം അനുകരണീയ മാതൃകയെന്നാണ് സ്പീക്കറുടെ പ്രശംസ. എന്താണെങ്കിലും അത് സഭാരേഖകളിൽ നീക്കം ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അലക്സ് മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.